നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധവുമായി യുവജനങ്ങൾ. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 പേർ മരിച്ചു. 300ഓളം പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധം കനത്തതോടെ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലഖാഖ് രാജിവെച്ചു. ഖിലാഫ് അഹമ്മദ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ്, ഏറ്റവും ഒടുവിൽ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. അവരുടെ നേപ്പാൾ കേന്ദ്ര സർക്കാരിന് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ? തീർച്ചയായും രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നേപ്പാൾ ആഭ്യന്തരമന്ത്രിയായ രമേശ് ലേഖക്കാണ് ഇപ്പോൾ ഈ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ ഒരു പ്രതിഷേധത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് എന്തായാലും ഈ ഒരു സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെയാണ് ജൻസി വിപ്ലവം എന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് തുടക്കമായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. പിന്നാലെ ഇന്നാണ് യുവാക്കൾ പ്രതിഷേധത്തിന് തെരുവിലിറങ്ങിയത്. ഇതിനെ തുടർന്ന് ഇന്ന് പാർലമെന്റിലേക്ക്, അതായത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പാർലമെന്റിലേക്ക് അടക്കം ഈ ഒരു യുവാക്കൾ ഈ പ്രതിഷേധം സർക്കാർ വിരുദ്ധ മുദ്രാവാക്യവുമായി പ്രതിഷേധവുമായി എത്തി. ഇതേ തുടർന്നായിരുന്നു പോലീസും അതേപോലെ തന്നെ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നത്. ഈ ഏറ്റുമുട്ടലിൽ വെടിവെപ്പുണ്ടായി. ഈ വെടിവെപ്പിലാണ് 20 പേര് ഏറ്റവും ഒടുവിൽ 20 പേര് കൊല്ലപ്പെട്ടതായാണ് വിവരം. കൂടാതെ 347 പേർക്ക് പരിക്കേറ്റതായും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നേപ്പാൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ലേഖക്ക ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കൂടാതെ കാഠ്മണ്ഡുവിനെ കൂടാതെ തന്നെ പൊഖാര, ബുഡാവൽ, ഭൈരവ, ഭാരത്പൂർ, ഇട്ടാഹരി, ദാമക് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ യുവാക്കൾ ഇന്ന് തെരുവിലിറങ്ങി. യൂട്യൂബും അതേപോലെ തന്നെ എക്സും ഫേസ്ബുക്കും വാട്സപ്പ് ഉൾപ്പെടെയുള്ള 26 സാമൂഹിക മാധ്യമങ്ങളാണ് നിരോധിച്ചിരുന്നത്. ഇതേ തുടർന്നായിരുന്നു യുവാക്കൾ ജൻസി വിപ്ലവം എന്ന രീതിയിൽ പ്രതിഷേധത്തിന് ഇന്ന് മുന്നിട്ടിറങ്ങിയത്. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സൈബർ ക്രൈം കൂടുന്നുവെന്നാണ് കാണിച്ചായിരുന്നു സർക്കാർ ഈ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ ഒരു ഔദ്യോഗികമായ മാർഗനിർദ്ദേശം പാലിക്കാത്തതോടെയാണ് ഈ ഒരു 26 സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചത്. രുചീഷ്. ശരി ഖിലാഫ്, എന്തായാലും നേപ്പാളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയും ചെയ്തു. ഖിലാഫ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.